നന്ദ വരാറായില്ലേ ലക്ഷ്മി? വിളിച്ചിരുന്നു, ഇപ്പൊ എത്തുമായിരിക്കും. വീട്ടിൽ വന്നപ്പോ എന്താ ഒരു മാസം നീ തറവാടുകളെ പറ്റിയപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചതാ. അത് ശരിയാ, എന്ത് ഭംഗി എവിടെ കാണാൻ. മാധവേട്ടാ, ദാ നന്ദു എത്തി കേട്ടോ. കയറി വാ മക്കളെ. ഞങ്ങളെ മനസ്സിലായോ? പിന്നില്ലാണ്ട് അച്ഛൻ എന്തായാലും പറഞ്ഞു കാണും. പറഞ്ഞല്ലോ. കുട്ടികളെ അവിടെ തന്നെ നിർത്താതെ അകത്തേക്ക് കേട്ട ലക്ഷ്മി. അച്ചു എത്തിയോ? നീ ആകെ ക്ഷീണിച്ചിലോടെ കുഞ്ഞെ. ആ, കൂട്ടുകാരും ഉണ്ടല്ലോ. എടാ അച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നീ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയി കാണുന്നു. നീ വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ കണ്ടിട്ട് പോകാന്ന് കരുതി. അമ്മേ, കറിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതെ ആൻറ്റി, കറിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ മീൻകറി. ബാംഗ്ലൂരിലെ കിഴങ്ങ് തിന്ന പടുത്ത് എനിക്ക് ഇതൊക്കെ അമൃതാണ്. കഴിക്ക്. മീൻകറി ഗൗരിയുടെ സ്പെഷ്യലാ. ആരാ ആൻറ്റി ഗൗരി? ആ പെണ്ണ് ഇവിടുത്തെ വേലക്കാരിയാ. ഞാൻ മാലിനി, ഇവന്റെ ചെറിയമ്മയാ. നീ മിണ്ടായിരിക്കും മാലിനി, ഗൗരി എൻ്റെ കൊച്ചുമോളെ പോലെ തന്നെയാണ്. ആക്ച്വലി നിങ്ങളുടെ തർക്കം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. ചെറിയമ്മനെ നോക്കിയേ, ഇപ്പൊ തന്നെ കാണാൻ കടന്നൽ കുത്തിയതുപോലുണ്ട്. ലക്ഷ്മിയേട്ടത്തി, ഗൗരി ഇന്ന് എത്തിയില്ലേ? നേരം കുറെ ആയല്ലോ. ഉത്സവ സമയമുണ്ട്, ഡാൻസിന്റെ ക്ലാസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല. അതുകൊണ്ട് ആളെ കുറച്ച് ലേറ്റ് ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി. ലക്ഷ്മിയമ്മേ. ഹാ, ഗൗരി എത്തിയല്ലോ. എന്താ ഗൗരി ഇത്രയും താമസിച്ചെന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ പറയണമെന്ന്? എൻ്റെ പൊന്നും മുത്തശ്ശിയല്ലേ, ഇപ്രാവശ്യം ഞങ്ങൾ ക്ഷമിക്കും. സോറി. ഇനി ഞാൻ ആവർത്തിക്കൂല, സത്യം. ശരി ശരി, ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. ഹലോ ഗൗരി. അറിയാമോന്ന് ചോദിക്കാൻ വരികയാണെങ്കിൽ അത് വേണ്ട, എനിക്കറിയാം രഞ്ജുനെ. അയ്യോ, എല്ലാവരും കിടന്നെന്ന് തോന്നും. ഇനിയിപ്പോൾ പാലെങ്ങനെ കൊടുക്കുക? ഗൗരി കിടന്നില്ലായിരുന്നോ? മുകളിൽ കയറാനുള്ള മടി കൊണ്ടല്ല, എങ്കിലും സ്റ്റെപ്പ് കയറാമയ്യ. നമ്മളൊന്നും ഇത് കൊണ്ട് നന്ദുവിൻ്റെ കൈ കൊടുക്കുമോ? അതിന് ലക്ഷ്മിയമ്മേ, ഞാൻ തന്നെ കൊടുത്തേക്കാം. നന്ദേട്ടാ. അയ്യോ ബസ്. മതി മതി മതി. മാറി നിൽക്കും മനുഷ്യ. എന്നെ കണ്ട് നീ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ, അതല്ല പണിഷ്മെന്റ്. നിങ്ങൾക്ക് എന്താ പോകുന്നില്ലേ? എല്ലാവരും നിൽക്കുമ്പോൾ ഞാനങ്ങനെ ഓരോന്നൊരു ഹമ്മന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റില്ലല്ലോ. നന്ദേട്ടാ, എന്നെ വീട്, ഞാൻ പോട്ടെ. ആ പോകുന്നു, എന്നെ വീട്. പോലീസോ? വിളിച്ചപ്പോ ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന് സ്വന്തം പോലീസിന്റെ ആവശ്യമുണ്ടായിരുന്നു. ശരി വീട്, ഞാൻ പോട്ടെ. നേരെ പാലെടുത്തു തരാം. എനിക്കിപ്പോ പാടുന്നില്ല. ശരി, പാല് വേണമെങ്കിൽ വേണ്ട. നന്നായിട്ട് ഉറങ്ങിക്കോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. എനിക്ക് ഗുഡ് നൈറ്റ് വേണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോകുക. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു FF ചെയ്യുന്നത്.
എനിക്കറിയാം പോരായ്മകൾ ഒരുപാട് ഉണ്ടാകും. ഐ എം സോറി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ബൈ.